കരുതലോടൊത്ത ചുവടുകളിൽ കതിരെഴും വിജയ പടകുകളിൽ കനവുകൾ നെയ്ത പുലരികളിൽ ധീരമായി നവകേരളം. കടലോളം നിലവുകൾ നിധിയാക്കും നൗകകൾ, ഉണരുന്നോരറിവുകൾ, ഉയരുന്നോ ചിറകുകൾ. ഭരണനിർവഹണത്തിന്റെ സമസ്ത മേഖലകളിലും പുത്തൻ മാതൃകകൾ തീർക്കുകയാണ് കേരളം. നാടിന്റെയും നാട്ടുകാരുടെയും ഉള്ളറിഞ്ഞ് കരുതലിന്റെ കരങ്ങളുമായി പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളിലായി നടപ്പിലാക്കിയ പദ്ധതികൾ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റിക്കഴിഞ്ഞു. മഹാപ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ ദുരിതഘട്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം മറികടന്ന് നിർഭയമാണ് നമ്മുടെ മുന്നേറ്റം. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ആരോഗ്യവും വിദ്യാഭ്യാസവും വരെ നീളുന്ന പുരോഗതിയുടെ പുത്തൻ അധ്യായം. അതാണ് നവകേരളം. നമ്മുടെ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മുടെ ആശമാർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാണ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അതിന് തുച്ഛമായിട്ടുള്ള പൈസയിൽ നിന്നും ഇത്ര എത്തിയത് നമ്മളെ സർക്കാർ വന്നതിന് ശേഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതിലൊക്കെ അതിയായ സന്തോഷമുണ്ട്. ഈ ഗവൺമെന്റിനോട് ഞാൻ നല്ല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. 10 വർഷക്കാലത്തെ സർക്കാരിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ വികസനങ്ങളെ മുൻനിർത്തിയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഞങ്ങളെ ടെക്നോ പാർക്കിലെ എംപ്ലോയീസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഒരുപാട് ബിസിനസ്സുകൾ വന്നു. അതുപോലെ ഞങ്ങളുടെ പല സ്ഥലങ്ങളിൽ ഫേസ് 3, ഫേസ് 4, ഫേസ് 1 ഇവിടെയെല്ലാം ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായി. ബിസിനസ്സുകൾ ഗ്രോ ചെയ്തു. എല്ലാ പ്രായമായ സ്ത്രീകളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ നല്ല സഹായങ്ങളാണ് സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത്. വാർഷിക പെൻഷൻ ഞാൻ വാങ്ങുന്നുണ്ട്. മാസം ഈ മരുന്നുകൾക്കും മറ്റാവശ്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. ഇതുപോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ കേരള സർക്കാരേ ഇല്ലു. അതായത് പിണറായി സർക്കാർ തന്നെ പറയാം. നമ്മളെ കേരളത്തിലെ എല്ലാ തൊഴിലാളിക്കും ഇപ്പോൾ ഇലക്ഷന്റെ സമയത്ത് മാത്രം ഓരോ പ്രഖ്യാപനങ്ങൾ ഇറക്കും. അതിൽ ഞങ്ങൾ ആശ്വാസം കൊള്ളുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ അത് നടപ്പിലാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമാണ്. എന്തെങ്കിലും ജോബ് ആപ്ലിക്കേഷൻ അയക്കാനായാലും അതിനുള്ള യാത്രാ ചെലവിനായാലും ഈ 1000 രൂപ എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഈ സർക്കാർ കാര്യം ഇനിയും പലതും നടക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ സർക്കാർ ഇനിയും ജനക്ഷേമ പരിപാടികൾ തുടർന്നും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കനവിൽ കണ്ട ദൂരങ്ങളിൽ ഇരുളെല്ലാം പകഞ്ഞേറുമീ അഴകിൽ നാം കേരളീയർ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മുന്നേറണം. ഐക്യത്തോടെ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. നമ്മുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഭാവിക്കായി കരുതലോടെ സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഭാവിയിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. 10 വർഷക്കാലത്തെ 2 സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. വികസനത്തിനാക്കം കൂട്ടുന്ന സാമ്പത്തിക നയരേഖ, നാടിനു പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ, യുവാക്കളെ മുതൽ പ്രായമായവരെ വരെ ചേർത്ത് പിടിക്കുന്ന സമീപനം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പിന്നോക്കക്കാർക്കും കരുതലുറപ്പാക്കിയും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമെല്ലാം പ്രസക്തമായ പദ്ധതികൾ നിർദ്ദേശിച്ചുമാണ് പതിറ്റാണ്ടിലെ കേരളത്തിന്റെ യാത്ര. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ കണക്ട് വർക്ക് പദ്ധതിയുണ്ട്. മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ഡിഗ്രി തലത്തിൽ സൗജന്യമാക്കുകയാണ്. നമ്മൾ ഈ എന്താ പറയുക വർക്കേഴ്സ്, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, അവർക്ക് നമ്മൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ ഈ എൽഡേളി ബജറ്റ്, ആദ്യമായിട്ട് കേരളത്തിൽ എൽഡേളി ബജറ്റ് എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടുന്ന ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പൊതുവെ സംസാരിക്കാറുള്ള ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റുന്ന രീതിയിലാണ് ബജറ്റ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ കുതിപ്പിലാണ് കേരളം.
ആഗോള വിദ്യാഭ്യാസ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികളുടെ ഭാഗമായി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദ പഠനം സൗജന്യമാക്കുമെന്ന വിപ്ലവകരമായ പ്രഖ്യാപനം ഉടൻ യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS നേതൃത്വം കൊടുത്ത ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അത് ചെയ്തത്. പിന്നെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പരിഷ്കരണങ്ങളാണ് എല്ലാ കാലത്തും വരുത്തിയത്. ഈ സർക്കാരാണ് ആദ്യമായിട്ട് ഈ ഡിഗ്രി തലത്തിലുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത്. ഈ ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് എന്തുകൊണ്ടും രാജ്യത്തൊട്ടാകെ മാതൃകയാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുതിയൊരു പദ്ധതിയാണ്. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും കൂടെ സൗജന്യമായിട്ടുള്ള ഡിഗ്രി പഠനം ഈ ഒരു കാലയളവിൽ നടത്തുവാൻ വേണ്ടി ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് കുറേയധികം വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പണമില്ലാത്തതിൻ്റെ ഒരു കുറവുകൊണ്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെടുക എന്നൊരു പ്രശ്നം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അത് ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ സഹായമായി തീർന്നു സൗജന്യ പഠനം നടപ്പിലാക്കിയതിൽ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആർട്സ് പഠിച്ചിരുന്ന ആളുകൾക്കും ഒക്കെ ഈ പറയുന്ന ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്നത് പെൺകുട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്കൊരു പ്രയോറിറ്റി ഉള്ളതുകൊണ്ടോ അല്ല. എല്ലാവരെയും ഈക്വലായി കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെനിക്ക് ഏതൊരു വിദ്യാർത്ഥിയും പോലെ തന്നെ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാരിന് നൽകാവുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണിത്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കും. ഇപ്പം ഞാനൊക്കെ +2 പഠിച്ച സമയത്താണെങ്കിൽ അതിനകത്ത് എത്ര ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ഡിഗ്രി എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കൊക്കെ കടക്കുക എന്നുള്ളൊരു സ്വപ്നം മാത്രമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിദ്യാർത്ഥികളുണ്ട്. അവരാണ് തീർച്ചയായും ഈ ഒരു തീരുമാനത്തിന്റെ ഏറ്റവും നല്ല ഗുണവശങ്ങൾ അനുഭവിക്കുന്നത്. നിരവധിയാർന്ന കുട്ടികൾ പൈസയുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് പഠിക്കാണ്ട് വിദ്യാഭ്യാസം 10, +2 എന്നീ ക്ലാസ്സുകളിൽ നിർത്തി പോകുമ്പോൾ അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം തീർത്തും സൗജന്യമാക്കുന്ന തരത്തിലുള്ള ഒരു അഭിമാനകരമായ, അല്ലെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ തന്നെ ചരിത്രതാളുകൾ പരിശോധിക്കുമ്പോൾ കുറിച്ചിടാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ഒരു തരം പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ, അവർക്ക് ഒരുപാട് ഡിഗ്രി എന്ന സ്വപ്നം അവർക്ക് ദൂരെ നിൽക്കുമ്പോൾ ഈ സർക്കാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആ സ്വപ്നത്തിലേക്ക് അടുത്തെത്താനും ആ ഡിഗ്രി എന്ന ഒരു സ്വപ്നം അവർക്ക് നേടിയെടുക്കാനും സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാനും FYUGP പ്രോഗ്രാമുകൾക്കുമായി 854.41 കോടിയും സർവകലാശാലകൾക്ക് 259.09 കോടിയും നീക്കിവച്ചിരിക്കുന്ന ബജറ്റിൽ 43 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയും നിർദ്ദേശിക്കുന്നു. ഇതാണ് നാടിനെ അറിയുന്ന സമീപനം, നാട്ടുകാർക്ക് വേണ്ടിയുള്ള കരുതൽ. 2026-27 ബഡ്ജറ്റിൽ സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് കുട്ടികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ഏറെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടും ഈ ഒരു ഇൻഷുറൻസ് എല്ലാവർക്കും ഉപകാരമാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും ഇങ്ങനൊരു ഇൻഷുറൻസ് വളരെയധികം ഒരു സഹായമായിത്തീരും. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള സംവിധാനം നിലവിലുണ്ട്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് നടപ്പിലാക്കിയ ഈ അപകട ഇൻഷുറൻസ് എന്തുകൊണ്ടും സ്വാഗതാർഹമായ ഒന്നാണ്. ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലർക്കും അതൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു ചെറിയൊരു അപകടം പോലും ഒരു വീട്ടിന് താങ്ങാൻ പറ്റാത്ത ആണ് ഇപ്പോഴത്തെ ആശുപത്രി ചിലവും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് പ്രീമിയം ഉൾപ്പെടെ കൊടുക്കുന്നത് വളരെ അനുയോജ്യമായൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. കേരള സർക്കാർ അത് നടപ്പിലാക്കാൻ പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് മറ്റു കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ഗവൺമെൻറ് ഔദ്യോഗികമായി കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇത് ഏവർക്കും ഗുണപ്രദവും അതുപോലെ തന്നെ ആശ്വാസദായകവുമാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിവർഷം വെറും 150 രൂപ നിരക്കിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
കേന്ദ്രം തൊഴിലുറപ്പ് വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി 1200 കോടി രൂപ വകയിരുത്തിയാണ് സംസ്ഥാനം മറുപടി നൽകുന്നത്. തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം നിർത്തലാക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് വന്നേക്കുന്നത്. കേന്ദ്രം നമുക്ക് അതിനുവേണ്ടി പ്രത്യേക ഒരു ബജറ്റൊന്നും നമുക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 1000 കോടി നമ്മുടെ LDF സർക്കാർ നമുക്ക് തന്നേക്കും. അത് നമ്മുടെ ഞങ്ങളുടെ ഈ 40 തൊഴിലാളികൾ ഓരോ കുടുംബത്തിനും അതിൻ്റെ ഒരു വിഹിതം ചെല്ലുമെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് ഭയങ്കര സന്തോഷം. 1000 കോടി ഞങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേമനിധി തുടങ്ങിയിട്ടുണ്ട്. പുറകാലം അത് ഞങ്ങൾക്ക് പ്രയോജനമാണ്. അത് ക്ഷേമനിധി ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ കണ്ടു. ക്ഷേമനിധിയുടെ എഴുതൊക്കെ കണ്ടായിരുന്നു. 76 വയസ്സ് 80 വയസ്സ് പ്രായമുള്ള അമ്മമാർ വരെ നമ്മളെ കൂട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഈ ഫണ്ട് വെക്കാത്തതുകൊണ്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഫണ്ട് വെച്ചതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ആ പദ്ധതി എന്ത് തന്നെയായെങ്കിലും തുടർന്ന് പോകാനില്ല പറ്റുന്നില്ല ഒരു സന്തോഷം നമ്മളെ തൊഴിലാളികൾക്കുണ്ട്. ഞങ്ങളെ പരിഗണിച്ച സർക്കാരിന് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും. പട്ടിണിയിൽ ആണ്ടുകിടക്കുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ചെയ്യുന്ന ഈ പദ്ധതിയിൽ വളരെ സന്തോഷമുണ്ട്. തൊഴിലുറപ്പുകാർക്ക് 200 ദിനങ്ങളാക്കി മാറ്റിയ സർക്കാരിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ പുതിയൊരു ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി പറയുകയുണ്ടായി. അത് ഞങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾക്കും ഞങ്ങളിങ്ങനെ തൊഴിലുറപ്പ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ രോഗങ്ങൾക്കും ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏറ്റവും നല്ലതാണ്. കാരണം പെട്ടെന്ന് തന്നെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും വരണമെങ്കിലോ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഞങ്ങൾക്ക് വളരെയധികം നേട്ടമേ ഉണ്ടാവുള്ളൂ. കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പൊതുവെ ഈ യാത്രയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നത് കോട്ടയം റൂട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ റോഡുകളും മനോഹരമായതുകൊണ്ട് ഞാൻ ഇത്തവണ പുനലൂർ മൂവാറ്റുപുഴ റോഡ് തിരഞ്ഞെടുക്കാമെന്ന് കരുതി. ഈ യാത്രാമധ്യേ എനിക്ക് തോന്നിയൊരു കാര്യം, പൊതുവെ പുറം രാജ്യങ്ങളിൽ നമ്മൾ കാറിൽ കയറിയ ഉടനെ സീറ്റ് ബെൽറ്റ് ഇടും. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ആദ്യം കാറിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടും. അതുപോലെ ബൈക്കിൽ കയറിയ ഉടനെ ഹെൽമെറ്റ് ധരിക്കും. ഇതുകൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനം അപകട മരണങ്ങൾ കുറേയധികം ഒഴിവാകുന്നുണ്ട്. അതായത് അപകട മരണങ്ങൾ വളരെയധികം കുറഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്, അശ്രദ്ധ മൂലവും അല്ലെങ്കിൽ ഓവർ സ്പീഡ് കാരണവും ഇപ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു മുൻകരുതൽ അല്ലെ അതിനുവേണ്ടി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബജറ്റ് അവതരണത്തിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടായാൽ അവർക്ക് 5 ദിവസത്തെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി ഇത് സൂക്ഷിക്കുക. ഇനിയൊരു അപകടമുണ്ടല്ലോ, അപകടം ഉണ്ടാവാതിരിക്കാനുള്ളതെല്ലാം ഗവൺമെൻറ് റോഡ് നന്നാക്കി തന്നു. അതുപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റ് ധരിക്കാനും അതുപോലെ ക്യാമറ കാരണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അപകട മരണങ്ങൾ കുറഞ്ഞു. ഇനി അപകടം ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് 5 ദിവസത്തെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന ലൈഫ് സേവർ പദ്ധതിയും ഇത്തവണത്തെ ബജറ്റിന്റെ കരുതലാണ്. ചില സന്ദർഭങ്ങളിൽ ഒരാഴ്ചയ്ക്ക് കൂടുതലോ 10 ദിവസമൊക്കെ ICUയിൽ കിടക്കേണ്ടതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവരുടെ ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ ഗോൾഡൻ അവറിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുക എന്ന് വെച്ചാൽ അതൊരു വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ വളരെ തുച്ഛമായ നോബൈ അല്ലെങ്കിൽ ആരും ഇല്ലാതെ വരുന്ന രോഗികൾ അല്ലെങ്കിൽ അൺനോൺ ആയിട്ട് വരുന്ന രോഗികൾ, ബന്ധുക്കളില്ലാതെ വരുന്ന രോഗികൾക്ക് മാത്രമാണ് സർക്കാർ ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ രോഗികൾക്കും ഇതിൻ്റെ ബെനിഫിഷ്യൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് ആക്സിഡൻറ്റ് എമർജൻസി സംഭവിക്കുമ്പോഴത്തേനും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും സർക്കാർ ഹോസ്പിറ്റലായാലും ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമ്പോൾ വലിയൊരു ബർഡനാണ് നമ്മളിൽ നിന്നും ഇല്ലാതാകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ടും ആശയക്കുഴപ്പമായിരിക്കും. നമ്മൾ ഈ കൊണ്ടുവരുന്ന 5 ദിവസത്തിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. ഏത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ ചിലവുകളൊക്കെ എങ്ങനെ നിർവഹിക്കും എന്നുള്ള. അതും പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടെ ഒരു ബ്രെഡ് വിന്നറായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ആ ഗൃഹനാഥനൊക്കെ ആണ് ഇതുപോലുള്ള അവസ്ഥകൾ വരുന്നതെങ്കിൽ ആ കുടുംബം മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കും. അതിന് ഒരു കൈത്താങ്ങായിരിക്കും ഈ പദ്ധതി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. രാജ്യത്താദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച കേരളം ഒറ്റപ്പെട്ടുപോകുന്ന വയോജനങ്ങൾക്കായി സന്നദ്ധ സേനയെയും അണിനിരത്തുന്നു. ഒപ്പം ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, സാക്ഷരതാ പ്രേരകന്മാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിന് സർക്കാർ താങ്ങാവുകയാണ്. കൊറോണ സമയത്താണ് ആശാപ്രവർത്തനത്തിലോട്ട് വരുന്നത്.
അപ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുന്നത് അത് ഓണറേറിയം എന്ന് പറയുന്നത് 6000 രൂപയായിരുന്നു. ഇപ്പം ഘട്ടഘട്ടമായി 9000 രൂപ വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1000 രൂപയും കൂടെ സർക്കാർ കൂട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 1000 രൂപ കൂട്ടി തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. രാജ്യത്ത് തന്നെ എല്ലാ മാസവും ഹോണറേറിയം കൊടുക്കുന്നത് LDF സർക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഗുണകരമായിട്ടാണ് എപ്പോഴും കാണുന്നത്. ഈ ആശമാരെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരാണ് നമുക്ക് അതിനുള്ള വിഹിതമൊക്കെ തരേണ്ടത്. പക്ഷേ ഈ നാളിതുവരെ അവർ നമുക്ക് വേണ്ടിയിട്ട് യാതൊരു വിധ ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാവുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ ആശമാരെയും താങ്ങി നിർത്തുന്ന ഒരിതാണ് ചെയ്തത്. അതിന് ഞങ്ങളുടെ ആശാവർക്കർ എന്ന നിലയിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷവും നന്ദിയുമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരാണ് ഞങ്ങൾ താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ സർക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ആശാവർക്കർമാരാണ്. ഞങ്ങളെ അവരൊപ്പം കൈപിടിച്ച് ഞങ്ങളെ കൂടെ നടത്തുന്നുണ്ടതിൻ്റെ തെളിവാണ് ഈ കണ്ടത്. ആശാവർക്കറായ ഞങ്ങളെ ഗവൺമെൻറ് പരിഗണിച്ചു. അതുപോലെ തന്നെ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യണ പലവരെയും ഗവൺമെൻറ് നല്ല രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഓരോ റിട്ടയർമെൻറ്റ് ഹോം വെച്ച് പറഞ്ഞിട്ടുണ്ട്. കലാകാരന്മാർക്ക് വേണ്ടി അഭയ കേന്ദ്ര എന്ന് പറയുന്ന ഹോം സ്റ്റേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഹെൽത്ത് വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഫണ്ട്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഏജിങ് പോപ്പുലേഷൻ്റെ വലിയൊരു ശതമാനം സ്ത്രീകളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജെൻഡർ ബഡ്ജറ്റുമായിട്ട് ചേർന്നിട്ടാണ് ഈ എൽഡർലി ബഡ്ജറ്റ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അത്ഭുതമൊന്നുമില്ല. കാരണം എപ്പോഴും ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സിൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഗതാഗത മേഖലയുടെ നട്ടെല്ലായ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ 40,000 രൂപയുടെ സ്ക്രാപ്പേജ് ബോണസും പ്രഖ്യാപിച്ച ബജറ്റിൽ യുവജനങ്ങൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് 400 കോടിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന് 3720 കോടിയും മാറ്റിവെച്ചിരിക്കുകയാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഗതാഗത രംഗം പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് നമ്മുടെ ഈ നഗരത്തിലോടുന്ന പരമ്പരാഗതമായിട്ട് ഓടുന്ന ഡീസൽ പെട്രോൾ വാഹനങ്ങളെ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് സർക്കാർ ഈ 40,000 രൂപ സബ്സിഡി അനുവദിച്ചത് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ മിക്കവരും വാങ്ങാൻ മടിക്കുന്നത് തന്നെ അതിൻ്റെ അമിതമായ വില കാരണമാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനെ 40,000 രൂപ സബ്സിഡി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വിലയിലെ വ്യത്യാസം കൊണ്ട് പലരും മടിച്ചിരിക്കുന്നത്. ഈ 40,000 രൂപ സബ്സിഡി കിട്ടുക എന്ന് പറയുമ്പോൾ പല ഇതിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡീസൽ വണ്ടി ഓടിക്കുമ്പോഴുള്ള ചിലവ് വളരെ കൂടുതലാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സർക്കാരിൻ്റെ ഈ പദ്ധതി വളരെ നല്ല ഒരു തൊഴിലാളികൾക്ക് ഗുണമാണ്. 40,000 രൂപ കിട്ടിയതിന് ശേഷം പഴയ ഓട്ട മാറ്റിയിട്ട് പുതിയ ഓട്ട എടുക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. അതിപ്പോൾ പൊതുവെ നല്ല കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വീട്ടിൽ ഒരു വരുമാനം ഇല്ലാതിരിക്കുകയല്ലേ. നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഒരാൾ മാത്രമല്ലേ വരുമാനം കൊണ്ടുവരുന്നുള്ളൂ. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാണ്ട് കേരളം ഒന്നടങ്കം 2 കൈ നീട്ടി ഈ പദ്ധതിയെ സ്വീകരിച്ചതാണ്. ഞങ്ങളെപ്പോലുള്ള 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും അതിലൊരു അപേക്ഷകയാണ്. ജീവിതാവശ്യങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളും പലവിധത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷനായ 1000 രൂപ ഞങ്ങൾക്കൊരു കൈത്താങ്ങാണ്. സാമൂഹിക പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക് ആ പെൻഷനും ഇങ്ങനെ വരുന്നത് നോക്കിയിരിക്കുകയാണല്ലോ. അതേപോലെ ഇങ്ങനത്തെ ഈ ആൾക്കാർക്കും ഇത് കിട്ടുകയാണെങ്കിൽ അവർക്കത് വലിയ ആശ്വാസം തന്നെയാകും. അത് ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്. നമ്മളെപ്പോലെ സ്ത്രീകൾക്ക് ജോലികളില്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇങ്ങനൊരു പദ്ധതി ചെയ്തത് ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. 1000 രൂപയാണെങ്കിലും അത് ലഭിക്കുന്നത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അത് ലഭിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. റീചാർജിനായാലും മറ്റ് പേഴ്സണൽ കാര്യങ്ങൾക്കായാലും വേറൊരാളെ ഇത് നമുക്ക് തേടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടമ്മമാർക്ക് നൽകുകയാണെങ്കിൽ ഇനി
മറ്റെല്ലാ സ്ത്രീകൾക്കും, ജോലിയില്ലാത്ത എല്ലാ സ്ത്രീകൾക്കും ഇത് കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഇതൊരു നല്ല കാര്യമാണ്. ഇപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾ ഒരു വട്ടയിൽ ലൈഫിൽ കേട്ടൊരു സംസാരിക്കാരം, എനിക്കെന്താ ഈ വീട്ടു പണി, നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ തന്നെ, എന്താ ഈ വീട്ടിൽ പണി, നേരം വെളുത്ത് വൈകുന്നേരം അവൾ എന്താ പണി, ഇവിടെ ഒരു പണിയില്ലല്ലോ. അതിന് വീട്ടുകാരനെക്കാട്ടി മനസ്സിലാക്കി സർക്കാർ നമുക്കൊരു വേദന തരുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷവും അഭിമാനമാണ്. ഞാനും അതിൽ അപേക്ഷിച്ചിട്ടുണ്ട്, പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു വാക്ക്. പലപ്പോഴും ആ ഡിഗ്നിറ്റി ഒന്നും ആരും കൺസിഡർ ചെയ്യാറില്ല. സാധാരണ തൊഴിലെടുക്കുന്ന വീട്ടമ്മമാരല്ലേ, വീട്ടിലെ പണി ചെയ്യുന്നവർക്ക് അതൊരു തൊഴിലായിട്ട്, വീട്ടമ്മ എന്ന് പറയുമ്പോൾ വീട്ടിലൊരു പണിയില്ല, അത് വെറുതെ ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഒരു വീട്ടിലെ ജോലി രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ തീരില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പെൻഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കരുതലോടെ എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും നല്ല സന്തോഷമുള്ളൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് സന്യസ്തരായ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും മറ്റാനുകൂല്യങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. സന്യസ്തർക്ക് ഒരു പെൻഷൻ എന്ന പദ്ധതി കേരള ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നത് സ്വാഗതാർഹമാണ്. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ജനത്തിന് സേവനം ചെയ്യുവാനാണ്. ഞങ്ങൾ ആ സേവനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങളുടെ ഈ സേവനത്തിനായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സേവനം മനസ്സിലാക്കി ഗവൺമെൻറ് ഈ പദ്ധതി ഒരുക്കിയത് അതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് നമുക്കെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ അറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ യുവാക്കൾക്ക് ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ചെറിയ ചെറിയ ചിലവുകൾക്ക് എല്ലാം തന്നെ അവർക്ക് വലിയ ബാധ്യതകളായി വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ സഹായിക്കുന്ന രീതിക്കകത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്നുള്ള സ്കോളർഷിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. കണക്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ പോലെയുള്ള യുവതി യുവാക്കൾക്ക് കിട്ടുന്ന 1000 രൂപയെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഞങ്ങളുടെ പല ആവശ്യങ്ങൾ നിറവേറ്റുവാനും അതേപോലെ തന്നെ ഒരു ആവശ്യത്തിനും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും ഉള്ളൊരു ഇത് ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുമുണ്ട്. UG പാസ്സായി സ്വാഭാവികമായും ഫിനിഷിംഗ് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളെ ആശ്രയിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമായിട്ടാണ് സമൂഹം അതിനെ കാണുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നൊരു കാര്യം, പ്രതിമാസം 15,000 രൂപ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഫെല്ലോഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണമികവ് ജനങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജനതയർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് വികസനത്തിന്റെ പുത്തനധ്യായങ്ങൾ തുന്നിച്ചേർക്കാൻ സർക്കാർ സജ്ജമായി കഴിഞ്ഞു. മികവിനുള്ള ജനപിന്തുണയാണ് ഈ സർക്കാരിന് കരുത്ത്. അതിന്റെ പിൻബലത്തിലാകട്ടെ കേരളത്തിന്റെ ഇനിയുള്ള വികസന യാത്രകൾ. ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം. കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും